നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. It shall come to pass in that day that his burden will be taken away from your shoulder, and his yoke from your neck, and the yoke will be destroyed because of the anointing of oil. യെശയ്യാ പ്രവചനം 10:27 വായിച്ചത്. ജീവനുള്ള ദൈവത്തെ വിട്ടുമാറുന്ന ഇസ്രായേൽ ജനതയ്ക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചുകൊണ്ടേയിരിക്കുന്നു. അസീറിയ ഇസ്രായേലിനെ പിടിച്ചടക്കും. എന്നാൽ ചില നാളുകൾക്ക് ശേഷം അസീറിയൻ അടിച്ചമർത്തൽ നീക്കം ചെയ്യപ്പെടുമെന്ന് കർത്താവ് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നു. ഒരു ശേഷിപ്പും മടങ്ങി വരുമെന്ന് നേരത്തെ യെശയ്യാവ് പ്രവചിച്ചു കഴിഞ്ഞു. വാഗ്ദാനം വ്യക്തമാണ്. ഇസ്രായേലിനെ നാശം വരുത്തുവാൻ അസീറിയക്കാരെ ഉപയോഗിച്ച ദൈവം അധികം താമസിക്കാതെ തന്നെ അസീറിയക്കാർക്ക് നാശം വരുത്തുമെന്നും പ്രവചിക്കുന്നു. ചരിത്ര പശ്ചാത്തലത്തിൽ അതങ്ങനെ സംഭവിച്ചതായും കാണുന്നു. ഈ വാക്കുകൾ നമ്മോട് പറയുന്നത് പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് നുകം എന്താണെന്ന് നന്നായിട്ട് അറിയാം. കാളകളുടെ കഴുത്തിൽ നുകം വെച്ച് കെട്ടി നിലം ഉഴുകുന്നത് നാം കണ്ടിട്ടുണ്ട്. നുകത്തിന്റെ കീഴിലുള്ള മൃഗങ്ങൾക്ക് അവയുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. വേദപുസ്തക ഭാഷയിൽ നുകം എന്ന വാക്ക് അടിമത്തത്തെയും ദാസ്യത്തെയും പാശചങ്ങലയും ഒക്കെ അർത്ഥമാക്കുന്നു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, പലപ്പോഴും നാം ഓരോരുത്തരും ഏതിന്റെയൊക്കെയോ അടിമത്തത്തിലല്ലേ ജീവിക്കുന്നത്? ചില ഭാരങ്ങൾ, നിരാശകൾ, വേദനകൾ ഇതിലൊക്കെ മുഴുകി തോളുകൊണ്ട് ഭാരം വഹിച്ച് കഴുത്തിൽ നുകം വെച്ചിരിക്കുന്നതിനാൽ തല ഉയർത്തുവാൻ കഴിയാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സാത്താൻ നമ്മുടെ ആത്മാക്കളുടെ ശത്രുവാണ്. അവൻ നമ്മുടെ മേൽ നോട്ടം വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കഴുത്തിൽ ഭാരമുള്ള നുകം വെക്കുന്നു. അങ്ങനെയുള്ളവരോടാണ് പ്രവാചകൻ പറയുന്നത്, പുഷ്ടി അല്ലെങ്കിൽ അനോയിന്റിങ് നിമിത്തം നുകം തകർന്നു പോകും. നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാകാം, ജീവിതത്തിന്റെ തകർച്ചയാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, എന്ത് തന്നെയായാലും അതിനെ അതിജീവിക്കുവാൻ ദൈവം നമുക്കൊരു മാർഗം തന്നിട്ടുണ്ട്. ലൂക്കോസ് 4:18 അത് ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അഭിഷക്തനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മളിൽ വസിക്കുകയാകുന്നു. ഈ അനോയിന്റിങ് നിമിത്തം നമ്മളിൽ വെച്ചിരിക്കുന്ന സകല നുകവും തകർന്നു പോകുവാൻ ഇടയാകും. അപ്പോസ്തല പ്രവൃത്തികൾ 10:38 വായിക്കുന്നത്, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കി എന്നും എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സകല നുകത്തെയും തകർക്കുവാൻ ശക്തനായ അഭിഷക്തനായ യേശുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ ആ അഭിഷേകം സകല നുകത്തെയും തകർത്ത് കളഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം നൽകും. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, പലപ്പോഴും ഞങ്ങൾ നുകത്തിന് കീഴിലായി പോകുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച് അഭിഷേകത്താൽ നിറയപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ സകല നുകങ്ങളും തകർത്ത് കളയുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ശ്വാസമില്ല.